ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നോമ്പൊക്കെയല്ലേ, തീർത്തിട്ട് നോമ്പിൻ്റെതായ ഒരുക്കങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് നെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നോമ്പിന് മുമ്പേ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആയത്, പക്ഷെ ഇപ്പോൾ ഇടാൻ പറ്റിയില്ല. അതിൽ ഞാൻ വിഷമം അറിയിക്കുന്നു എല്ലാവരോടും. കുറേ ദിവസമായപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ ഇടാം. എന്തായാലും നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പിന്നെ വഴിയെ നമുക്ക് നോമ്പിൻ്റെ വീഡിയോസ് ഇടാം. അപ്പം എന്തായാലും ആദ്യം തന്നെ വീഡിയോസ് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അതെന്തായാലും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഓർത്തിട്ട് വീട്ടിൽ ഇടാൻ തന്നെ വിചാരിച്ചു ഞാൻ. ഇതിനകത്ത് ഈ സ്പീഡിൽ വീഡിയോ ഇതായി കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കുപ്പിയിൽ നിന്ന് എഴുന്നേറ്റ് വല്ല ഭൂതം ചെയ്യണ പോലെയുണ്ട്. പക്ഷെ സത്യത്തിൽ ഇത് എൻ്റെ 2 ദിവസത്തെ ഭയങ്കര പണിയായിരുന്നു. 2 ദിവസത്തെ പണിയാണ് എൻ്റെ. അതാണ് നിങ്ങൾ ഒറ്റ വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കഷ്ടപ്പാട് മാനിച്ചിട്ട് ബെൽബട്ടനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കാണ്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ ചെയ്തോളൂ. അപ്പം ചെയ്യണേ, മറക്കരുത് ആരും. വേഗം തന്നെ ക്ലീനിങ് ആയിരുന്നു കൂടുതലുണ്ടായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൂം ഷിഫ്റ്റ് ചെയ്തായിരുന്നു. റൂം ഷിഫ്റ്റ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ നേരത്തെ യൂസ് ചെയ്ത റൂം ഭയങ്കര വെയിലത്തായിരുന്നു അപ്പം എല്ലാം കൂടെ ആ റൂമിൽ ഇട്ടിട്ട് ഭയങ്കര ചൂടും എന്തൊക്കെ പോലെ. പിന്നെ എനിക്ക് സ്ഥിരം ഒരു സൈഡിൽ തന്നെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കും. ഒരേ രീതിക്കായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മറിച്ചിടുന്നതൊരു വല്ലാത്തൊരു ഹോബി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, റൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ചെറിയ റൂമിലേക്കപ്പം കട്ടിൽ മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. വലിയ റൂമിൽ തന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വലിയ റൂമിൽ തന്നെ അറേഞ്ച് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ അപ്പോൾ ഒതുങ്ങി കിടക്കുമല്ലോ. നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേബിളൊക്കെ അവിടെ സെറ്റ്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കട്ടിലിൽ കിടക്കാൻ തോന്നും. കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ഉറങ്ങാൻ തോന്നും. പിന്നെ മൊത്തത്തിൽ മടിയാകും, വീഡിയോ ചെയ്യാനേ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതാ നല്ലതെന്ന് തോന്നി. അപ്പോൾ കിടക്കാൻ തോന്നിയാൽ മാത്രം വന്ന് ഇവിടെ കിടന്നാൽ മതിയല്ലോ. പിന്നെ കുറേ അലക്കാനുണ്ടായിരുന്നു. നോമ്പ് വരുന്നതുകൊണ്ട് തന്നെ മെഷീനതെല്ലാം അലക്കിയിടാമെന്ന് തന്നെ വിചാരിച്ച് പൊക്കത്ത് കൊണ്ടുപോയിട്ട് അലക്കിയായിരുന്നു. മെഷീൻ കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിച്ചത്, പക്ഷെ മെഷീൻ കംപ്ലൈൻ്റ് ഒന്നും അല്ലായിരുന്നു. അതിൻ്റെ ഇടയിലൊരു തുണി കുടുങ്ങിയതായിരുന്നു. തുണി വലിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മെഷീൻ സൂപ്പറായി, നന്നായിട്ട് കറങ്ങാനൊക്കെ തുടങ്ങി, കുട്ടപ്പനായി. അതുകൊണ്ട് ഇനിയെല്ലാം മെഷീനിൽ തന്നെയാണ് ഇളക്കിയത്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൽ നിങ്ങളോട് ഞാൻ സങ്കടം ഖേദം അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 ഫാനുള്ളൂ. 2 ഫാനാണ്. ഒരു ഫാൻ ഹാളിലും ഒരു ഫാൻ ആ വലിയ റൂമിലായിരുന്നു തേച്ചത്. പിന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഇക്കാക്ക വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫാൻ ഇക്കാക്കാനെ കൊണ്ട് ഫിറ്റ് ചെയ്യിച്ചത്. എന്താണ് ആ ഭാരപ്പെട്ട പണി മാത്രം ഇക്കാക്ക കൊടുത്ത് പാവം പണി ചെയ്തിട്ട് കുറേ പാടായിട്ട് ഫാൻ ഫിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ എല്ലാം ഒതുക്കി പെരക്കി എല്ലാം റൂമും ഹാളും എല്ലാം സെറ്റാക്കി. പിന്നെ അടുക്കളയിലായിരുന്നു പണി. അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ട് ഷെൽഫിലെ കുറേ പാത്രങ്ങളുണ്ടല്ലോ, നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഇട്ട് വെക്കണ പാത്രങ്ങളെല്ലാം എന്ത് ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും കഴുകി വൃത്തിയാക്കി അതെല്ലാം തുടച്ചെടുത്തിട്ട് അതിനകത്തോട്ട് എല്ലാം ഫില്ല് ചെയ്ത് വീണ്ടും കയറ്റി വയ്ക്കുകയും ചെയ്തത്. ഇതാകുമ്പോൾ പിന്നെ അധികം പാടില്ലല്ലോ. പിന്നെ ഉറക്കം വരുന്നു ഗൈസ്, ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ നോമ്പല്ലേ, അതുകൊണ്ട് ഉറങ്ങാണ്ടിരിക്കുകയാണ് ഞാൻ.
പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ. അപ്പം അതിനകത്ത് പൊടികളൊക്കെ ഫില്ല് ചെയ്തു. എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ എഴുതിയിട്ട്, കാരണം കുറേ സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞ് പോയാലോന്ന് സംശയിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.